പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയുടെയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരുടെയും ശിക്ഷാവിധി ഇന്നാണ്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ഇരുവരും കുറ്റക്കാരാണെന്ന് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ശിക്ഷാവിധി കാത്തിരിക്കുകയാണ്. ഒരാളെ വെറുതെ വിട്ടതിൽ തന്നെ ചെറിയ അസ്വാരസ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ തെളിവുകളുടെ അഭാവത്തിലാണല്ലോ അതുണ്ടായത്. മറ്റു രണ്ടുപേരുടെ കാര്യത്തിൽ തെളിവുകളുടെ യാതൊരു അഭാവവുമില്ല. ഇന്നലെ തന്നെ നമുക്കത് മനസ്സിലായി. ഈ വിചാരണ കാലയളവിലടക്കം ഡിജിറ്റലായും അല്ലാതെയും ശാസ്ത്രീയമായുമുള്ള നിരവധി തെളിവുകൾ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? മോദി, ഈ കേസിലെ ഒന്നും രണ്ടും പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിടുകയും ചെയ്തു. അത് പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെയുള്ള തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ഗൂഢാലോചനയിൽ പങ്കാളിയായി അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്നു. ഈ രണ്ട് കുറ്റങ്ങളായിരുന്നു ഈ സിന്ധുവിനെതിരെ ചുമത്തിയിരുന്നത്. ആ കുറ്റങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മറ്റ് രണ്ട് പ്രതികൾ, ഒന്നാം പ്രതി ഗ്രീഷ്മ കൊലപാതകമടക്കമുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. രണ്ടാം പ്രതി നിർമ്മലകുമാരൻ നായർ, നിർമ്മലകുമാരൻ ഈ തെളിവ് നശിപ്പിക്കുന്നതിനടക്കം മുൻകൈ എടുത്തത് നിർമ്മലകുമാരനായിരുന്നു. ആ കുറ്റവും തെളിഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രീഷ്മ കഷായം കലക്കി ഷാരോണിന് നൽകിയ ഒരു പാത്രമുണ്ട്. ആ പാത്രം ഉപേക്ഷിച്ചത് നിർമ്മലകുമാരനാണ് എന്നുള്ള കാര്യം തെളിവെടുപ്പിലടക്കം സമ്മതിച്ച കാര്യമാണ്. അതോടൊപ്പം തന്നെ പിന്നീട് കൃത്യമായി തന്നെയുള്ള ശാസ്ത്രീയ തെളിവുകളുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നു. ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടെ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായ ഒരു കേസാണ്. പക്ഷേ എന്നിട്ട് പോലും കൃത്യമായി തന്നെയുള്ള തെളിവുകൾ കണ്ടെത്താനും ശാസ്ത്രീയമായ തെളിവുകൾ എന്നുള്ളത് മാത്രമല്ല, ഈ ഡിജിറ്റൽ എവിഡൻസ് കോടതിക്ക് മുന്നിൽ എത്രത്തോളം പരിഗണന അർഹിക്കുന്നു എന്നൊരു പ്രശ്നം നിലനിൽക്കുന്ന കാലത്താണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപാണ് കേസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാലത്ത് കൃത്യമായി തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നു. ഇപ്പോൾ ആ തെളിവുകളൊക്കെ പ്രധാന തെളിവുകളായി എല്ലാ കോടതികളും എടുക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ കോടതി കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഗ്രീഷ്മ കുറ്റം ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഗ്രീഷ്മയുടെ അമ്മാവൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ശിക്ഷ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. പരമാവധി ശിക്ഷ, രാജ്യത്തെ നിയമം നൽകുന്ന പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കുടുംബവും ആവശ്യപ്പെടുന്നത്. അതുണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതോ ഒരു ജീവപര്യന്തത്തിൽ അവസാനിക്കുമോ എന്നുള്ളതൊക്കെയാണ് കുടുംബം ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു വിധി എന്ന് പറയുന്നത്. ശിക്ഷാവിധി 11 മണിയോടെയാണ് ഉണ്ടാവുക. ഈ നെയ്യാറ്റിൻകര അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റാണ് ഈ കേസിൽ വിധി പറയുന്നത്. ഈ കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കോടതിക്ക് അകത്തേക്ക് കയറി വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ടാകുമോ എന്നറിയില്ല. കാരണം ഇന്നലെ അവിടെ വലിയ തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. അതിനാൽ ഒരു 11:05 ഉള്ളിൽ നമുക്ക് ഈ വിവരം പ്രേക്ഷകരെ അറിയിക്കാമെന്നാണ് കരുതുന്നത്. എന്തായാലും പരമാവധി ശിക്ഷ എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ഇനിയിപ്പോൾ അതുണ്ടായില്ല എങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുതന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെയും ഇപ്പോഴത്തെ ഒരു നിലപാട്, അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം. മോദി, ശരി അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഷാരോൺ വധക്കേസിലെ വിധി ഇന്ന് വരികയാണ്. ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരനും ഇരു പ്രതികൾക്കും എന്താണ് ശിക്ഷ വിധിക്കുക എന്ന് 11 മണിയോടുകൂടി അറിയാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അപ്പോഴേക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിയും.